അസ്സലാമു അലൈക്കും. മക്ക ക്ലോക്ക് ടവറിന്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു കാലത്ത് ഒരു തീർത്ഥാടകൻ ഹജ്ജിനായി മക്കയിലേക്ക് യാത്ര തിരിച്ചു. മനസ്സിൽ വലിയ ആവേശം. ജീവിതകാലം സ്വപ്നം നിറവേറുന്ന ദിനമാണ്. വിമാനത്തിൽ നിന്ന് ഇറങ്ങി നഗരത്തിലേക്ക് കടന്നപ്പോൾ അകാലത്തിൽ ഒരു പ്രകാശമുള്ള ഭീമൻ ഘടികാരം ആകാശത്തോട് സംസാരിക്കുന്നത് പോലെ തെളിഞ്ഞു. ഇത് എന്ത്? തീർത്ഥാടകൻ വിസ്മയത്തോടെ കൂട്ടുകാരനോട് ചോദിച്ചു. അത് തന്നെയാണ് മക്ക ക്ലോക്ക് ടവർ. കരൻ മറുപടി പറഞ്ഞു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്കാണ്. മസ്ജിദുൽ ഹറമിന്റെ അടുത്താണ്. കൂട്ടുകാരൻ യാത്രാമധ്യേ കഥ പറഞ്ഞു തുടങ്ങി. ഇവിടെയൊക്കെ ഒരിക്കൽ അജ്യാദ് കോട്ട ഉണ്ടായിരുന്നു. ഓട്ടോമൻ കാലത്ത് നിർമ്മിച്ചതായിരുന്നു. പക്ഷേ വർഷം തോറും വരുന്ന തീർത്ഥാടകർക്ക് താമസിക്കാൻ സൗകര്യക്കുറവായിരുന്നു. അതിനാൽ 2002 സൗദി ഭരണകൂടം വലിയൊരു പദ്ധതിക്ക് തുടങ്ങി. അബ്രാജ് അൽ ബൈത്ത് പ്രൊജക്ട്. അതിന്റെ ഹൃദയമാണ് ഈ ക്ലോക്ക് ടവർ. 2004 നിർമ്മാണം തുടങ്ങി. 10 വർഷം കൊണ്ട് ലോകം തന്നെ വിസ്മയപ്പെടുത്തുന്ന രീതിയിൽ 601 മീറ്റർ ഉയരമുള്ള ടവർ ഉയർന്നു. 2012 ഇത് തുറന്നു കൊടുത്തു. ഇത് കേട്ടതും തീർത്ഥാടകൻ തല ഉയർത്തി നോക്കി. ക്ലോക്കിന്റെ വ്യാസം 43 മീറ്റർ ആണെന്ന് അറിഞ്ഞു. 17 കിലോമീറ്റർ അകലത്തിൽ നിന്നു പോലും സമയസൂചി കാണാം. രാത്രിയിൽ 2 മില്യൺ ലൈറ്റുകൾ തെളിയും. പ്രാർത്ഥന സമയത്ത് ആകാശത്തേക്ക് പച്ച നിറത്തിലുള്ള പ്രകാശം ഉയരും. ക്ലോക്കിന് മുകളിൽ അറബിയിൽ അല്ലാഹു അക്ബർ എന്ന് എഴുതിയിട്ടുണ്ട്. കൂട്ടുകാരന്റെ വാക്കുകൾ കേട്ട് തീർത്ഥാടകൻ വിസ്മയത്തോടെ നോക്കി നിന്നു. ക്ലോക്ക് ടവറിന്റെ താഴെ വലിയ ഹോട്ടലുകൾ, മാളുകൾ, ഇസ്ലാമിക് മ്യൂസിയം, നിരീക്ഷണ കേന്ദ്രം, എല്ലാ തീർത്ഥാടകർക്ക് സൗകര്യത്തിനായി. എന്നാൽ ഏറ്റവും വലിയ അനുഭവം എന്തെന്നാൽ കഅബയെ കണ്ടുകൊണ്ടിരിക്കെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ക്ലോക്ക്. ആ രാത്രി തീർത്ഥാടകൻ മസ്ജിദുൽ ഹറമിന്റെ പുറത്തു നിന്ന് കഅബയെ നോക്കി. തല പൊക്കി നോക്കിയപ്പോൾ പ്രകാശത്തോടെ തെളിഞ്ഞു നിൽക്കുന്ന ക്ലോക്ക് ടവർ അവൻ കണ്ടു. അവന്റെ മനസ്സ് പറഞ്ഞു, കാലം പോകും, രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും മാറും, പക്ഷേ കഅബയും അള്ളാഹുവിന്റെ മഹത്വവും ഈ ഘടികാരത്തിന്റെ പ്രകാശത്തിന്റെ പോലെ എന്നും മനുഷ്യരിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതായിരുന്നു മക്ക ക്ലോക്ക് ടവറിന്റെ കഥ. വിശുദ്ധിയും ചരിത്രവും ആധുനിക അത്ഭുതവും ഒരുമിച്ചൊരു പ്രതീകം. ഇൻഷാ അല്ലാഹ് കൂടുതൽ സ്റ്റോറിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.